ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഗോമതി ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയാണ്, ദേ ഇനിയും അനുമോളെ ആരും വേദനിപ്പിക്കരുത്. എൻ്റെ മകൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത് അലോകിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. എൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടിട്ടാ. ബാലേട്ടനും കണ്ടതല്ലേ എൻ്റെ പാവം അമ്മ. ആ അമ്മയുടെ അവസ്ഥ, ഒരു വശത്ത് എൻ്റെ മകൾ നിൽക്കുന്നു, മറുവശത്ത് അലോക നിൽക്കുന്നു. എൻ്റെ അവസ്ഥ എന്താണെന്ന് ബാലേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ആരുടെ കൂടെ ഞാൻ നിൽക്കും? രണ്ടുപേരും ചേർത്ത് പിടിക്കാൻ എനിക്ക് സാധിക്കുമോ? ഇനി അതല്ല, അലോകിന് ശിക്ഷ കിട്ടിയാൽ എന്നെ അത് ഒത്തിരി വേദനിപ്പിക്കില്ലേ? എന്നെ മാത്രമാണോ? എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താകും എന്ന് ചോദിക്കുകയാണ്. ഈ പ്രായത്തിൽ ആ പാവം എന്നെ പ്രസവിച്ച് എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ വന്ന് നിന്ന നെഞ്ചുപൊട്ടി മരിക്കുമെന്ന് പറയുന്നത് അത് കേട്ടോണ്ട് ഒരു മകളായ എനിക്ക് മുന്നോട്ട് സമാധാനത്തോടെ നിൽക്കാനായിട്ട് സാധിക്കുമോ? എൻ്റെ മോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ട് നന്നായെന്നാ ഞാൻ പറയത്തുള്ളൂ. അവളിങ്ങനൊരു തീരുമാനം എടുത്തത് ഇരു കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ കേട്ടോ. പക്ഷേ ആരിനോ ഇപ്പോഴും അനു എടുത്ത തീരുമാനത്തോട് ഒന്ന് അനുകൂലിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം മീനു പറയും, വിട്ടേക്ക്, ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട എന്ന് പറയാം. അപ്പം ആരും പറയും, എങ്ങനെ സംസാരിക്കാതിരിക്കും ഏടത്തി? ഇവള് അലോകിനെ പറ്റിയും ഇരു കുടുംബങ്ങളെ പറ്റിയും ഒക്കെ ചിന്തിച്ചു. പക്ഷെ അലോക് അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല എന്ന് പറയാം. ആനന്ദും പറയും, അതെ, അവന് ഒന്ന് തല പൊങ്ങിക്കോട്ടെ, വീണ്ടും പ്രതികാരവുമായിട്ട് ഇങ്ങോട്ട് വരും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വീണ്ടും അനുവിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന കാണുന്ന ബാലൻ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് പറയും, മതി, ഇനി ആരും അനുക്കുട്ടിയെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്. അനു എടുത്ത പോലെ ഒരു തീരുമാനം എടുക്കാനാ ബുദ്ധിമുട്ട് എന്ന് പറയാം. ഒരു വശത്ത് സ്വന്തം ജീവിതം, മറുവശത്ത് രണ്ട് കുടുംബങ്ങളുടെ സമാധാനം. ആ അവസ്ഥയിൽ അവൾക്ക് ശരിയെന്ന് തോന്നിയത് അവൾ ചെയ്തു. ഇനി ആരും അതിനെ എതിർക്കണ്ട. അത് സ്വന്തം കാര്യം ഓർത്തല്ല, രണ്ട് കുടുംബങ്ങളെ ഓർത്താ എൻ്റെ മോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. രണ്ട് വീടുകളെ ഓർത്ത്. അവൾക്ക് വേണമെങ്കിൽ സ്വന്തം കാര്യത്തിൽ സ്വാർത്ഥതയാകായിരുന്നു. അങ്ങനെ അവൾ ചെയ്തില്ലല്ലോ എന്ന് പറയണം. അതുകൊണ്ട് ഇനി ആരും അവൾ ചെയ്തതിൻ്റെ കണക്കെടുക്കാൻ മെനക്കെടണ്ട. അതിങ്ങനെ അവസാനിക്കാനായിരിക്കും വിധി. അതങ്ങനെ അവസാനിക്കുകയും ചെയ്തു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം, അതിനെക്കുറിച്ച് മാത്രം എല്ലാവരും ആലോചിച്ചാൽ മതി എന്ന് ബാലൻ തീർത്ത് പറയണം കേട്ടോ. അപ്പം നമ്മുടെ ഗോമതി ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബാലേട്ട, നമുക്ക് എത്രയും വേഗം അനുമോളുടെ വിവാഹം നടത്തണം. ഇനി അത് വൈകിപ്പിക്കാൻ പാടില്ല എന്ന് ഗോമതി പറയണം കേട്ടോ. എൻ്റെ മോള് ഇന്നേ വരെ സ്വന്തം ജീവിതത്തെ പറ്റി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അവൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചത്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് അവൾ എപ്പോഴും മുൻതൂക്കം നൽകിയിട്ടുള്ളതും. ഇനിയും എൻ്റെ മകൾ വേദനിക്കാൻ പാടില്ല. ഇനി എൻ്റെ മോളുടെ ജീവിതത്തെക്കുറിച്ച് അവൾ ചിന്തിക്കണം. അവൾക്ക് നല്ലൊരു ജീവിതം വേണം. എൻ്റെ മോള് മറ്റുള്ളവർക്ക് വേണ്ടി ബലിയോടാകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവളുടെ വിവാഹം നടത്തണം എന്ന് തീർത്ത് പറയാം. അത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതും നടക്കും ഗോമതി. എത്രയും വേഗം തന്നെ അനുമോളുടെ വിവാഹം ഞാൻ നടത്തും. ഞാൻ അതിനായിട്ട് ശ്രമം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ബാലൻ പറയാൻ കേട്ടോ. അപ്പം അനു ഇതിനൊന്നും മറുപടി പറയാതെ ആകെ ചിന്തിച്ചിരിക്കുകയാണേ. അപ്പം അനുവിൻ്റെ അടുത്തേക്ക് ബാലൻ ചെല്ലാണ്. മോളെ, നീ എന്താ ഈ ആലോചിക്കുന്നത് എന്ന് നോക്കുക. എൻ്റെ മോള് ഒന്നും ഓർത്തും സങ്കടപ്പെടേണ്ട, അച്ഛനുണ്ട് കൂടെ. എൻ്റെ മോളുടെ ജീവിതത്തിൽ ഇനി നല്ലതേ സംഭവിക്കൂ എന്ന് ബാലൻ തീർത്തു പറയുകയാണേ. ഇതേ സമയം കൃഷ്ണമംഗലത്ത് അനന്തൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞതിനെക്കുറിച്ച് ഇനി ആരും അലോകിനെക്കുറിച്ച് അധികം സംസാരിക്കണ്ട. അമേരിക്കയിൽ നിന്ന് രഘുത്തമൻ ഇപ്പോഴും വിളിച്ചിരുന്നു. അയാൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതൊരു കണക്കിന് നല്ലതാ. അയാളുടെ മകളെ അലോകിനെ കൊണ്ട് കല്യാണം ചെയ്യിക്കാൻ ഇപ്പോഴും അയാൾക്ക് നല്ല താല്പര്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അയാൾ ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ അലോകിൻ്റെ അനുശ്രീയുടെ കല്യാണം നടന്നിട്ടില്ലല്ലോ ഒഫീഷ്യലായിട്ട്. അതുകൊണ്ട് സാരമില്ല, അത് വേറൊരു നാടകമായിരുന്നല്ലോ. നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് അനന്തം പറയാം. അതൊക്കെ അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. നമുക്കേ അച്യുത, ഈ ആലോചന അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാലോ എന്ന് അച്യുതനോട് ചോദിക്കുക. കൊണ്ടുപോയാലോ എന്നല്ല ഏട്ടാ, കൊണ്ടുപോകാം, നമുക്കത് നടത്താം എന്ന് പറയാം. പെട്ടെന്ന് ഇന്ദ്രാമ അങ്ങോട്ട് കടന്നു വരിക. നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. നിങ്ങളും ശ്രദ്ധിച്ച് കാണുമല്ലോ, അലോകിൻ്റെ സ്വഭാവത്തിൽ ആകെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പഴയതുപോലെയല്ല, ആള് ആകെ ഒരു ശാന്തത കൈവരിച്ചിട്ടുണ്ട്. പഴയ എടുത്തുചാട്ടോ വെപ്രാളോ ദേഷ്യമോ ഒന്നും ഇപ്പോൾ ഇല്ല. എനിക്ക് തോന്നുന്നത് അനുശ്രീ പോയതിൽ അവന് നല്ല വിഷമമുണ്ടെന്നാ.
പെട്ടെന്ന് അച്യുതൻ ചോദിക്കുക, അനുശ്രീ പോയതിൽ വിഷമോ? അമ്മ ഓരോ കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. കുറേ ദിവസം ജയിലിൽ കിടന്നതിൻ്റെ ഒരു മന്തിപ്പ് അവന്. നാളെ ഉറങ്ങി എഴുന്നേൽക്കുമ്പം അതങ്ങ് മാറിക്കോളും. പഴയ ഉത്സാഹമൊക്കെ അവന് തിരിച്ചു വന്നോളും. നിങ്ങളൊക്കെ കൂടി പറഞ്ഞ് അവനൊരു ഉറക്കം തൂങ്ങിയാക്കാതിരുന്നാൽ മതി. എടാ, ഞാൻ പറയാൻ വന്നത് നീ ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്ക് എന്ന് ഇന്ദ്രമ്മ പറയാ. പനന്തം പറയും, അമ്മ പറ. അച്യുത, നീ എത്രയൊക്കെ എതിർത്താലും അനുശ്രീയോട് ചെയ്തതിൽ അവന് നല്ല കുറ്റബോധമുണ്ട്. കോടതിയിൽ അവളുടെ കാല് പിടിച്ചത് അതുകൊണ്ടൊക്കെ തന്നെ. അതിന് എന്ന് അച്യുതൻ ചോദിക്കുക. അന്ന് അവളെ രക്ഷിക്കാൻ അവൻ താല് കെട്ടിയ ഭാര്യ ഭർത്താവുമാരായിട്ട് ഇവിടെ അഭിനയിച്ചു. അത് യഥാർത്ഥത്തിൽ അങ്ങ് ആക്കിക്കൂടെ? മനസ്സിലായില്ല അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അവരുടെ വിവാഹം അങ്ങ് നടത്തിക്കൂടെ എന്ന്. ദേ അമ്മേ, അമ്മയോട് എത്ര പറഞ്ഞാലും തലയിൽ കയറില്ലേ എന്ന് അച്യുതനപ്പം ചോദിക്കുകയാണ്. ഈ കാര്യം മിണ്ടിപ്പോകരുതെന്ന് പലവട്ടം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇതേപ്പറ്റി സംസാരിച്ചുകൊണ്ട് വരരുത്. അലോകും അനുശ്രീയും കൂടി കല്യാണം ഇപ്പം നടത്താൻ ഞാൻ എന്ന് പറയാം. അപ്പം ബാലന് അലോകിൻ്റെ അമ്മാവനായിട്ട് അംഗീകരിക്കണം. ബാലൻ നമ്മളോട് ചെയ്ത അപരാധമൊക്കെ മറക്കണം അല്ലേ? അമ്മ അതാണല്ലേ ആഗ്രഹിക്കുന്നത്? അപ്പം അനന്തം പറയും, അമ്മേ അതൊന്നും വേണ്ട, വിട്ടേക്ക്, അച്യുതനെ നിർബന്ധിക്കേണ്ട എന്ന് അനന്തം പറയാം. അല്ല, ഏട്ടൻ ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണേലും അല്ലേലും നിനക്കിഷ്ടമല്ലല്ലോ എന്ന് അനന്തം ചോദിക്കുകയാണ്. പിന്നെ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട യാതൊരു കാര്യവും. ഏട്ടൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. വന്ന് ഞാനിവിടെ ഒറ്റപ്പെട്ടു. ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക്. ബാലൻ്റെ മുൻപിൽ ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. എടാ, നീ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നീ ഇവിടെ ഒറ്റയ്ക്കല്ല, നിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല. അമ്മയുടെ മനസ്സിൽ നല്ലതെന്ന് തോന്നിയ ഒരു കാര്യം പറഞ്ഞു. അത് നിനക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. വേണ്ട, തീർന്നില്ലേ പ്രശ്നം? പിന്നെ നമുക്കേ ഞാൻ പറഞ്ഞ ആ ആലോചനയായിട്ട് മുന്നോട്ട് പോകാം. അപ്പം ഇന്ദിരാമ്മ ചോദിക്കും, ഏത് ആലോചന അനന്ത എന്ന് ചോദിക്കുക. അമ്മ പബ്ലിസിറ്റി ആക്കുമെന്ന് വേണ്ട എന്ന് അച്യുതനമ്മ പറയാം. അനന്തേട്ടൻ്റെ കൂട്ടുകാരൻ്റെ മകളുടെ ഒരു ആലോചനയാ. നല്ല ബന്ധമാ. അവരങ്ങ് അമേരിക്കയിലാ. നല്ല കാശുകാരാ. ഒരു കള്ളക്കല്യാണം അഭിനയിച്ച് അനുശ്രീ നമ്മളെ തോൽപ്പിച്ചതിന് പകരം ഈ വിവാഹം നാടറിഞ്ഞ് നമുക്ക് നടത്തണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താടാ എന്ന് അനന്തൻ ചോദിക്കുക. അനുശ്രീക്ക് ഇനി ഒരു കല്യാണം നടക്കരുത്. അവളുടെ ജീവിതം ഒന്നുമില്ലാതെ പോകണം. അത് നടക്കാതിരിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞാൻ പോയിരിക്കും. അവള് ജീവിതകാലം മുഴുവനും കല്യാണം കഴിക്കാതെ ആ ബാലൻ്റെ വീട്ടിൽ ഇങ്ങനെ നിന്നു പോകണം. അത് കണ്ടാലേ എനിക്ക് മനസ്സമാധാനം കിട്ടത്തുള്ളൂ എന്ന് അച്യുതൻ പറയണം കേട്ടോ. ഇതേ സമയം ദേവമംഗലത്തേക്ക് ഒരു വണ്ടി വരികയാണ്. അപ്പം ശബ്ദം കേട്ട് നമ്മുടെ മിത്ര ആരാണെന്ന് അറിയാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുക. അപ്പം വേറെ ആരുമല്ല, ജീവനും കുടുംബവും വന്നിരിക്കുന്നത്. അവരെ കടന്ന് മിത്ര ഞെട്ടിപ്പോവുക. അപ്പച്ചി ഒന്ന് വേഗം വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുക. എനിക്ക് അടുക്കള പിടിപ്പത് പണിയുണ്ട്. ഇവിടെ നിന്ന് വിളിച്ചു കൂവാതെ നിനക്ക് അങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കുക. ദേ അവരൊക്കെ വന്നിട്ടുണ്ട്. ആര് എന്നപ്പോൾ ഗോമതി ചോദിക്കുകയാണ്. ദേ അമ്മ നോക്കിക്കേ ആരാണെന്ന്. നീ ആരെ കണ്ടിട്ടായി പേടിച്ച് നിൽക്കുന്നത്? അപ്പോൾ ഗോമതിയും എത്തിവലിഞ്ഞ് ആരാ വരുന്നതെന്ന് നോക്കുക. ഈശ്വര, ഇവരെന്തിനാ വീണ്ടും വന്നത്? എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതാണല്ലോ, പിന്നെ എന്തിനുള്ള വരവാ ഇത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗോമതി. അപ്പം നമ്മുടെ ജീവൻ്റെ അച്ഛനും കൂടിയാണ് വരുന്നത്. ബാലേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് വിളിച്ചു പറയണം. എന്താ ഗോമതി? ദേ നോക്കിക്കേ എന്ന് പറയണം. അപ്പോഴാണ് ജീവൻ്റെ അച്ഛനും അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് ആകാശും മീനും കൂടി അങ്ങോട്ട് വരിക. മീനു, നീ ഇന്ന് വേഗം വാ, എനിക്ക് നിന്നെ കൊണ്ടുവിട്ടിട്ട് വേണം കടയിൽ പോകാൻ എന്നും പറഞ്ഞുകൊണ്ടാണ് ആകാശ് വരുന്നത്. അപ്പം മീനും പിന്നാലെ തന്നെയുണ്ട്. എന്തിനാ ആകാശ് നീ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കുന്നത്? പതിയെ പറഞ്ഞാലും എനിക്ക് കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മീനും വരുന്നത്. അപ്പം എല്ലാവരും ഹാളിലേക്ക് വരുമ്പോഴാണ് ജീവനും അച്ഛനും അവിടെ നിൽക്കുന്ന കാണുന്നത്. അപ്പം എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവരെന്താ വീണ്ടും വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ജീവൻ്റെ അച്ഛൻ പറയും, ദേ ഇതെന്താ എല്ലാവരും അമ്പരന്ന് നോക്കുന്നേ? ഞങ്ങൾ പ്രേതങ്ങളൊന്നും അല്ല, മനുഷ്യർ തന്നെയാ. അകത്തേക്ക് വരാലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശബ്ദം കേട്ടുകൊണ്ട് ആര്യനും ആനന്ദും എല്ലാവരും ഹാളിലേക്ക് വരൂ ഇരിക്കൂ എന്ന് അപ്പം ബാലൻ അവരോട് പറയണം കേട്ടോ. ഇനി എന്താ സംഭവം എന്നുള്ള രീതിയിൽ എല്ലാവരും കാര്യമറിയാതെ അക്ഷമരായിട്ട് നിൽക്കാം. കാര്യങ്ങളുടെ സത്യാവസ്ഥ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് അച്ഛൻ പറയാം. അലോക അനുശ്രീയുടെ കാല് വീണ് മാപ്പ് പറയുന്ന ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ട്. അവനെപ്പോലുള്ളവരോടൊന്നും ക്ഷമിക്കാൻ പാടില്ലായിരുന്നു കുട്ടി. അത്ര വലിയ തെറ്റല്ലേ മോളോട് അവൻ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. കുറേ കാലം ജയിലിൽ കിടക്കട്ടെ എന്ന് കരുതിയാൽ മതിയായിരുന്നു. മുത്തശ്ശിയെ ഓർത്ത് മാത്രം അവനോട് അനു ക്ഷമിച്ചത് എന്ന് അപ്പം പെട്ടെന്ന് ഗോമതി പറയാ. ആ കാലിൽ വീഴുന്നൊന്നും ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല. അവിടെ കൂടിയിരുന്നവരൊക്കെ അത് വീഡിയോ എടുക്കുകയും ചെയ്തു. അത് നന്നായില്ലേ അമ്മേ എന്ന് ജീവൻ ചോദിക്കുക. ആ വീഡിയോ കാരണമല്ലേ യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായത് എന്ന് പറയാം. അന്ന് കല്യാണത്തിനെന്ന് രാവിലെ അവൻ്റെ
കൂടെ വണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ മോക്ക് പറഞ്ഞുകൂടായിരുന്നോ അവൻ മോളെ തട്ടിക്കൊണ്ടു പോയതാണെന്ന്? എങ്കിൽ ആൾക്കാർ അവനെ എടുത്തിട്ട് ശരിക്കും പെരുമാറിയനെ. അനുമോളുടെയും ജീവന്റെയും കല്യാണോ നടന്നേനെ. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ബാലൻ പറയും. അയ്യോ ബാല, ഞാൻ മോളെ കുറ്റപ്പെടുത്തിയതല്ല. അന്നത്തെ സാഹചര്യത്തിൽ മോൾക്കത് പറയാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് നന്നായി പ്രതികരിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിധിയുണ്ടായിരുന്നു, നടന്നു, അത്ര തന്നെ. വിധിയെ തടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ബാലൻ പറയാം. പകയും വൈരാഗ്യവും ഒക്കെ ഒരു മനുഷ്യനെ എത്രത്തോളം നശിപ്പിക്കുമെന്നതിന് ഉദാഹരണമാ അലോക്. അച്ഛാ, നമ്മൾ വന്ന കാര്യം സംസാരിക്കുക എന്ന് ജീവനപ്പ അച്ഛനോട് പറയാ. നീ ധൃതി പിടിക്കണ്ട, അതിലേക്ക് തന്നെയാ ഞാൻ പറഞ്ഞു വരുന്നത്. ജലജയ്ക്ക് ഞങ്ങളോടൊപ്പം വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെ ഫേസ് ചെയ്യാൻ അവൾക്കൊരു മടി. അവളിവിടെ വന്ന് കുറേ ബഹളമൊക്കെ വെച്ചിട്ടുള്ളതല്ലേ. അതുകൊണ്ടാ. ബാലനും കുടുംബവും ഞങ്ങളോട് ക്ഷമിക്കണം. സത്യം അറിയാതെ അന്ന് കുറച്ച് മോശമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു എന്ന്. ആ കല്യാണം നടക്കാതെ പോയതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എൻ്റെ മകനാ. അനുശ്രീ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇവന്. പക്ഷേ ആ കല്യാണം അന്ന് നടന്നില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം എല്ലാവരും എന്താണ് വീണ്ടും പറയുന്നതെന്ന് ഓർത്തിങ്ങനെ നിൽക്കുക. കല്യാണത്തിന് മുന്നേ തന്നെ അനുശ്രീ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞിരുന്നു. അനുശ്രീക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്ന കാര്യവും അത് ബ്രേക്ക് ആയ കാര്യവും എനിക്കറിയായിരുന്നു. പക്ഷേ പെട്ടെന്ന് അനുശ്രീ അലോകിൻ്റെ കൂടെ ഇറങ്ങി വന്നപ്പം ഞാനാകെ ഷോക്കായിപ്പോയി. എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല എന്ന് ജീവൻ പറയാ. എടാ, വെറുതെ അതും ഇതും പറയരുതെന്ന് എന്നോട് നീ പറഞ്ഞിട്ട് നീ ഇപ്പം എന്താടാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാല, ഞങ്ങൾ വന്ന കാര്യം പറയാം. പഴയ കാര്യങ്ങളൊക്കെ നമ്മൾക്കങ്ങ് മറക്കാം എന്ന് പറയാണ്. ഏതായാലും ജീവൻ്റെ അനുവിൻ്റെ കല്യാണം നമ്മൾ തീരുമാനിച്ചതാണല്ലോ. ആ കല്യാണം നമുക്കങ്ങ് നടത്തിക്കൂടെ? അനുവിനെ ഞങ്ങളുടെ മരുമോളാക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് കേട്ടോ. എന്താ ബാലൻ്റെ അഭിപ്രായം? അനുശ്രീക്ക് ജീവനെ ഇഷ്ടമായിരുന്നല്ലോ, തിരിച്ച് ജീവനും അനുശ്രീയെ ഇഷ്ടമാ. അപ്പം പിന്നെ നമ്മൾക്കിത് അങ്ങ് നടത്തിയാലോ എന്ന് ചോദിക്കും. കല്യാണം മുടങ്ങിയപ്പം ആ വാശിക്ക് അമ്മ എന്നെ കുറേ പെൺകുട്ടികളെ കൊണ്ടുപോയി കാണിച്ചു. പക്ഷേ അവരാരും എനിക്ക് ഓക്കെ ആയില്ല. അനു എൻ്റെ മനസ്സിൽ അത്രയ്ക്കങ്ങ് പിടിച്ചുപോയി. അതുകൊണ്ടാ അനുശ്രീ എൻ്റെ പാർട്ട്ണറാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാവും അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അനുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് ബാലൻ പറയും, അച്ഛ, അനുവിന് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് അവളെ കെട്ടിച്ച് തന്നൂടെ എന്ന് ചോദിക്കാം. അപ്പം അത് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയാണേ. ഗോമതിയൊക്കെ നെഞ്ച് കൈവച്ച് ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിൽക്കുക. ബാലനൊന്നും പറഞ്ഞില്ല. എന്താ ബാലൻ്റെ അഭിപ്രായം എന്ന് അച്ഛൻ ചോദിക്കുക. ഞങ്ങളോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ ബാല? ഏയ് അതല്ല, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കാം. അത് പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ വന്ന് പറയുമെന്നൊന്നും ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ. അതിൻ്റെ ഒരു അമ്പരപ്പുണ്ട് എന്ന് ബാലൻ പറയണം. ബാല, നടന്ന കാര്യങ്ങൾ പറഞ്ഞോ. ഒരിക്കലും ഒരു രീതിയിലും അനുമോളെ ഞങ്ങൾ ദ്രോഹിക്കുകയോ കുത്തുവാക്കുകൾ പറയുകയോ ഒന്നും ചെയ്യില്ല. ബാലനെ വിശ്വസിക്കാം. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച കല്യാണത്തിനന്ന് രാവിലെ തന്നെ ആ കല്യാണം മുടങ്ങിയപ്പം ഞങ്ങൾ അനുഭവിച്ച അപമാനവും മറ്റുള്ളവരുടെ കളിയാക്കലും അതൊക്കെയാ ഞങ്ങളോടും കുറച്ച് ഹാർഷായിട്ട് പെരുമാറാൻ കാരണം. അതുകൊണ്ടാണ് അമ്മയും അത്രയും ദേഷ്യത്തിൽ പെരുമാറിയത്. അല്ലാതെ അനുവിനോട് അമ്മയ്ക്കും ഒരു ദേഷ്യവും ഇല്ല എന്ന് ജീവൻ പറയാണ്. സമ്മതമാണെന്ന് ബാലൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒരുക്കങ്ങൾ തുടങ്ങാൻ റെഡിയായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് വീണ്ടും പറയാം. അപ്പോൾ ഗോമതി പറയും, ബാലേട്ട, നമുക്ക് എതിർപ്പില്ല എന്ന് അവരോട് പറഞ്ഞാലോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോമതി എന്നും പറഞ്ഞ് ബാലനാണെങ്കിൽ ഗോമതി പറയുന്നതിനെ തടഞ്ഞു നിർത്തും. മീനു അപ്പം പറയും, എന്താ മോളെ, മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മോൾ എന്തോ പറയാൻ തുടങ്ങിയല്ലോ, പറഞ്ഞോ. അച്ഛൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ അനുവിനോടും കൂടി ഒന്ന് സംസാരിച്ചിട്ട് അവളുടെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയാ, ഇത് അവളുടെ ജീവിതമാണ്. അവളോട് ആദ്യം ചോദിക്കണം. ഈ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ആ തീരുമാനം എടുക്കേണ്ടത് അനുശ്രീ തന്നെയാ എന്ന് ബാലൻ അവരോടായിട്ട് പറയുവാണ് കേട്ടോ. മോളെ മിത്രേ, അനുമോളെ നീ വിളിച്ചോണ്ട് വാ എന്ന് മിത്രയോട് പറയാം. അപ്പം മിത്ര അനുവിൻ്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഇവർ വന്ന കാര്യമൊന്നും അനുശ്രീ അറിഞ്ഞിട്ടില്ല. ഞാനൊരു തീരുമാനം എടുത്ത് അത് തെറ്റായി പോകാൻ പാടില്ലല്ലോ. അനുമോളുടെ തീരുമാനം എന്താണോ ആ കൂടെ നിൽക്കുക മാത്രമാണ് ഞാൻ ചെയ്യേണ്ടത്. അത് അതിൻ്റെ ശരി എന്ന് ജീവനോട് പറയണം കേട്ടോ. അപ്പം അനുശ്രീ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാതെ എല്ലാവരും നിൽക്കുക. ഞാൻ പറഞ്ഞതല്ലേ മോനെ ശരി എന്ന് ജീവനോട് ചോദിക്കുക. അതെ അച്ഛ എന്ന് ജീവനും പറയുകയാണേ. പെട്ടെന്ന് മിത്ര അനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് വരികയാണ്. അവിടെ ജീവൻ്റെ അച്ഛനും ഇരിക്കുന്ന കാണുന്ന അനുശ്രീ ആശ്ചര്യത്തോടു കൂടി അവരെ നോക്കുകയാണ്. ഇവരെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ
അപ്പം ജീവൻ ഒരുപാട് സന്തോഷത്തോടു കൂടി അനുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. അപ്പം അനു വന്നു കഴിയുമ്പം അനുവിൻ്റെ അഭിപ്രായത്തിനായിട്ട് എല്ലാവരും നോക്കുക. എന്താ കാര്യമെന്നറിയാതെ ബാലനെ നോക്കുവനു. അച്ഛനൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയണം. എന്താ അച്ഛാ കാര്യം എന്ന് അനു അപ്പം ചോദിക്കുക. ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് മോളാണ്, മോളുടെ ജീവിതമാണ്. മോൾ എന്ത് തീരുമാനം എടുത്താലും അച്ഛനൊപ്പം നിൽക്കും എന്ന് വീണ്ടും പറയാം. ജീവനും അച്ഛനും വന്നത് എന്തിനാണെന്ന് മോക്ക് മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിക്കാം. അപ്പം അനു എല്ലാവരെയും ചുറ്റും നോക്കുക. അപ്പം അനന്തം പറയും, അനുമോളെ നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അത് നീ തുറന്നു പറഞ്ഞോളൂ, നിന്റെ തീരുമാനത്തെ ഞങ്ങളെല്ലാം അനുകൂലിക്കും. അപ്പം ആകാശ് പറയും, ജീവനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഈ കല്യാണത്തിന് വേറെ തടസ്സമൊന്നും ഇല്ലെങ്കിൽ സന്തോഷമായിട്ട് നമുക്കിത് നടത്താം. ഇനി അതല്ല നിനക്ക് താല്പര്യമില്ലെങ്കിൽ നിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതും നിനക്കിപ്പോൾ പറയാമെന്ന് ആരിനും അപ്പം ആകാശ് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയൂ കേട്ടോ. അപ്പം എല്ലാവരും അനുവിൻ്റെ തീരുമാനത്തിനായിട്ട് നോക്കുക. അപ്പം മീനു പറയും, അനു മനസ്സിൽ എന്താണെങ്കിലും മറച്ചു വെക്കാതെ അത് പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ്, പറ മോളെ എന്താ നിന്റെ തീരുമാനം എന്ന് മിത്രയപ്പം ചോദിക്കുകയാണ്. തൻ്റെ തീരുമാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കല്യാണം വേണോ എന്ന് തീരുമാനിക്കുക എന്ന് അനുവിന് ബോധ്യപ്പെടുക. ജീവനെ എനിക്കിഷ്ടമാണ് എന്ന് അനു അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയാം. ജീവൻ നല്ലൊരു ചെറുപ്പക്കാരനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വീണ്ടും പറയാണ്. പക്ഷേ ഒരു കല്യാണത്തിന് എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് ഹനുശ്രീ പറയാം. അപ്പം എല്ലാവരും ചിരിച്ചു തുടങ്ങിയെടുത്ത് വീണ്ടും മുഖം മങ്ങാണ് കേട്ടോ. ജീവനുമായിട്ടുള്ള കല്യാണത്തിന് എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉള്ളതുകൊണ്ടൊന്നുമല്ല. അങ്ങനെ ആരും എൻ്റെ മനസ്സിലിപ്പോൾ ഇല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് എന്ന് വീണ്ടും ഹനുശ്രീ പറയാണ്. എന്താ മോളെ നീ പറഞ്ഞു വരുന്നത്? എൻ്റെ ലൈഫ് എൻ്റെ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്തണം, പഠിക്കണം. അപ്പോൾ ഗോമതി പറയും, അനു കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാലോ എന്ന് ചോദിക്കാം. അപ്പോൾ ബാലൻ പറയും, ഗോമതി അവൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ എന്ന് പറയാണ്. അങ്കിളിനും ജീവനും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്ന് അപ്പം അനുശ്രീ പറയുകയാണേ. അപ്പോൾ അവർ രണ്ടുപേരും അനു പറയുന്നത് കേട്ട് നിൽക്കുക. ഞങ്ങളുടെ അച്ഛൻ ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങളെപ്പറ്റി കണ്ടിട്ടുണ്ട്, ഞങ്ങൾ മക്കളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഇന്നേ വരെ ഒന്നിനും ഒരു കുറവും ഞങ്ങൾക്ക് ആർക്കും വരുത്തിയിട്ടില്ല എന്ന് അനുശ്രീ പറയാം. ഒരു തവണ പോലും സ്കൂൾ ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിലോ ബസ് ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിലോ ട്യൂഷൻ ഫീ കൊടുക്കാത്തതിൻ്റെ പേരിലോ ഒന്നും ആരും ഞങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല. ഞങ്ങളെ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ചാരും നിർത്തിയിട്ടുമില്ല. ഞങ്ങളുടെ അച്ഛൻ അതിനിട വരുത്തിയിട്ടില്ല. അത്രയ്ക്ക് നന്നായിട്ടാണ് ഞങ്ങളെ നോക്കിയത്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താതെയാണ് അച്ഛൻ ഞങ്ങളെ നോക്കിയത്. അച്ഛൻ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അത്ര വൃത്തിക്ക് നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ അച്ഛന് ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞാൽ ഇല്ലാന്നേ ഉത്തരം. അച്ഛനാകെ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, മക്കളിൽ ആരെങ്കിലും ഒരാൾ കളക്ടർ ആവണമെന്ന്. അച്ഛൻ്റെ ആ വലിയ ആഗ്രഹം ആർക്ക് സാധിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചില്ല. പല കാരണങ്ങൾ കൊണ്ടും അച്ഛൻ്റെ ആഗ്രഹം നടന്നില്ല എന്ന് അനുശ്രീ പറയാൻ കേട്ടോ. അപ്പോൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എനിക്കെൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കണം. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ സിവിൽ സർവീസ് എക്സാം എനിക്ക് എഴുതണം, കളക്ടർ ആവണം. എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് വളരണം. ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു കളക്ടർ എന്ന ബോർഡ് വെച്ച കാറ് വന്ന് കിടക്കണം. അതാ എൻ്റെ അച്ഛൻ സ്വപ്നം കണ്ടത്, അത് ഞാൻ നേടിയെടുക്കും എന്ന് പറയാണ് കേട്ടോ. അനുവിൻ്റെ ആ സ്വപ്നം കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നുവാണേ. ഞാൻ തകർന്നു പോയപ്പോൾ പോലും എന്നെ ചേർത്ത് നിർത്തിയത് എൻ്റെ അച്ഛനാ. വീണു പോകാതെ എല്ലായിടത്തും എന്നെ താങ്ങി നിർത്തുന്നത് എൻ്റെ ഈ അച്ഛനാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. ആ അച്ഛനോട് ഞാൻ ചെയ്യുന്ന പ്രത്യുപകാരമാണിത്. എനിക്കൊരു IAS ആവണം, ഒരു കളക്ടർ ആവണം, അതെൻ്റെ സ്വപ്നമാണ്. എൻ്റെ അച്ഛന് വേണ്ടി ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അനുശ്രീ കാര്യമാണ് കേട്ടോ. അനുശ്രീയുടെ വാക്കുകൾ കേൾക്കുന്ന ബാലനും വളരെയധികം ഇമോഷണലായി പോവുകയാണേ. അപ്പോൾ അച്ഛൻ്റെ മകളുടെ സ്നേഹം കണ്ട് എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടി നിൽക്കുക. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം അനു എടുക്കുമെന്ന് ജീവനും കരുതിയില്ല. ഇനിയെങ്കിലും അച്ഛൻ്റെ ആ സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കും. എത്ര അതിനു വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വന്നാലും ഞാൻ പഠിക്കും. IAS നേടിയതിന് ശേഷം മാത്രമേ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇനി ചിന്തിക്കുന്നുള്ളൂ എന്ന് ബാലനോട് നമ്മുടെ അനു തീർത്തു പറയാണ്. അതുവരെ എൻ്റെ അച്ഛൻ്റെ മകളായി ഈ വീട്ടിൽ എനിക്ക് ജീവിച്ചാൽ മതി. എൻ്റെ ഏട്ടന്മാരുടെ പൊന്നനിയത്തിയായി ഞാനിവിടെ കഴിഞ്ഞോളാം. അതിന് എല്ലാവരും എന്നെ അനുവദിച്ചാൽ മതി ഒരു വിവാഹത്തോട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ താല്പര്യമില്ലാത്ത എന്ന് പറയാൻ കേട്ടോ അനുശ്രീ. അപ്പം അവളുടെ തീരുമാനം അത്രത്തോളം ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുക. ഇതാണ് അച്ഛാ എൻ്റെ തീരുമാനം, അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്ന് വീണ്ടും പറയണം.
അപ്പം ബാലനാണെങ്കിൽ പറയാം, ജീവനും വേണു എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ അപമാനിച്ചതായിട്ട് ഒരിക്കലും നിങ്ങൾ കരുതരുത്, തൽക്കാലം അനു ആഗ്രഹിച്ചതുപോലെ അവളുടെ ജീവിതം മുന്നോട്ട് പോട്ടെ. അപ്പം ജീവൻ പറയും, അച്ഛൻ എന്തിനാ സോറി പറയുന്നത്, എങ്ങനെയെങ്കിലും മക്കളെ കെട്ടിച്ചയച്ച് ബാധ്യത തീർക്കണം എന്ന് ചിന്തിക്കുന്നവരാ ഭൂരിഭാഗം രക്ഷിതാക്കളും. അച്ഛനെ പോലെ സ്വന്തം മക്കളുടെ സ്വപ്നങ്ങൾ അറിഞ്ഞ് അവർക്കൊപ്പം നിൽക്കാൻ എത്ര അച്ഛന്മാർ തയ്യാറാകും. ഇങ്ങനെ ഒരു അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്കും ഒരിടത്തും തളർന്നു പോകേണ്ടി വരില്ല. അതുപോലെ ഭർത്താവിൻ്റെ വീടുകളിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. അവൾക്ക് അവളുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായും വരില്ല. അച്ഛാ, ഞാൻ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ജീവൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ജീവൻ്റെ അങ്ങനെ ഒരു പെരുമാറ്റത്തിൽ ബാലൻ പോലും ആശ്ചര്യപ്പെടുക. ബാലൻ വന്ന് ജീവനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പം ജീവനും ഒരുപാട് സന്തോഷമാവുക. അപ്പം ജീവൻ്റെ ആ പ്രവൃത്തി കാണുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ ബാലൻ പറയും, മോന് വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കാം. എനിക്ക് ഒരു വിഷമവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു അച്ഛൻ്റെ മകളെ എൻ്റെ ഭാര്യയായി കിട്ടണമെന്നാണ് ഞാനും ആഗ്രഹിച്ചത് എന്ന് പറയാം. പെട്ടെന്ന് ജീവനാണെങ്കിൽ അനുശ്രീയുടെ നേരെ കൈ നീട്ടുവാണ് കേട്ടോ. അപ്പം അനു ആണെങ്കിൽ ജീവന് കൈ കൊടുക്കുവാണ്. സന്തോഷത്തോടു കൂടി കൈ കൊടുത്ത് അവർ പിരിയാണ് കേട്ടോ. ജീവനും സന്തോഷത്തോടെയാണ് അനുവിനെ നോക്കി നിൽക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് വരും എന്ന് ജീവൻ അനുവിനോട് പറയാണ്. അച്ഛാ എന്നും പറഞ്ഞ് വീണ്ടും വിളിക്കാം. അനുവിൻ്റെ സിവിൽ സർവീസൊക്കെ കഴിയട്ടെ, IAS കിട്ടിയ അതിൻ്റെ ഒരു വെയിറ്റ് വേറെ അല്ലേ, ഞാൻ കാത്തിരുന്നോളാം അല്ലേ എന്ന് ചോദിക്കുക. അപ്പം എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ജീവനും എടുത്തു കഴിഞ്ഞു. അനുവിന് വേണ്ടി എത്ര നാൾ വേണേലും കാത്തിരിക്കാമെന്ന്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.